ഹഫ്മാൻ കോഡിംഗ് മെത്തേഡ് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഹഫ്മാൻ കോഡിംഗ് എന്ന് പറയുന്നത് ലോസ്ലെസ് കംപ്രഷൻ മെത്തേഡിന്റെ എക്സാമ്പിൾ ആണ് ഹഫ്മാൻ കോഡിംഗ്. അതുപോലെ തന്നെ ഒരു വേരിയബിൾ ലെങ്ത് കോഡിങ്ങിന് എക്സാമ്പിളും കൂടാണ്. അപ്പൊ ഇത് വെച്ചിട്ട് കോഡിംഗ് റിഡൻഡൻസീസിന്റെ ഒരു ഇമേജിനകത്തുള്ള കോഡിംഗ് റിഡൻഡൻസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റും. ഇനി ഹഫ്മാൻ കോഡിംഗ് പ്രൊസീജിയർ, ആ ഒരു ഹോൾ പ്രൊസീജിയർ ഒരു ഇമേജിന്റെ വെച്ചിട്ട് നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇമേജ് ആണ് ഇത്. ഈ ഇമേജിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഹഫ്മാൻ കോഡിംഗ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് നമുക്ക് കംപ്രഷൻ അല്ലെങ്കിൽ കോഡ് വേർഡ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ 0 എന്ന് പറയുന്ന ഗ്രേ ലെവൽ ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, അതുപോലെ 3 ഉണ്ട്. അപ്പൊ ഓരോ ഗ്രേ ലെവൽസും ഒക്കർ ചെയ്യുന്ന പ്രോബബിലിറ്റി എത്ര ആണെന്ന് ആദ്യം നോക്കാം. 0 ഗ്രേ ലെവലിന്റെ പ്രോബബിലിറ്റി ഈ തന്നിരിക്കുന്ന ഇമേജിനകത്ത് 0 എന്ന് പറയുന്ന ഗ്രേ ലെവൽ ഒരു വട്ടം മാത്രമേ വന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് അതിന്റെ നമ്പർ ഓഫ് ഒക്കറൻസ് ഡിവൈഡഡ് ബൈ ഈ ഒരു ഹോൾ നമ്പർ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രേ ലെവൽസ് എത്ര ആണെന്ന് നോക്കുക. തന്നിരിക്കുന്ന ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതൊരു 4x4 മെട്രിക്സ് ആണ്. 4 റോയും 4 കോളമുള്ള മെട്രിക്സ് ആണ്. 4 × 4 ടോട്ടൽ 16 വരും. അപ്പൊ ടോട്ടൽ 16 ഗ്രേ ലെവൽസ് ആണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ 0 ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/16 ആണ്. ഇനി അടുത്തത് 1 എന്ന് പറയുന്ന ഗ്രേ ലെവലിന്റെ പ്രോബബിലിറ്റി. 1 എന്ന് പറയുന്നത് 2 വട്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രേ ലെവൽസ് 16. ഇനി 2 എന്ന് പറയുന്ന ഗ്രേ ലെവൽ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ആ 2 എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 6 വട്ടം വന്നിട്ടുണ്ട്. അപ്പൊ 6 ഡിവൈഡഡ് ബൈ 16 ആയിരിക്കും 2 ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഫൈനലി ഗ്രേ ലെവൽ വാല്യൂ 3 ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പൊ 7 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രേ ലെവൽസ് എന്ന് പറയുന്നത് 16. അപ്പൊ ഇതാണ് ഓരോ ഗ്രേ ലെവൽസിന്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഒരു മെട്രിക്സ് ഇമേജ് എന്ന് പറയുന്ന മെട്രിക്സ് ഫോർമുല പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഗ്രേ ലെവൽസിന്റെയും പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കാം. ഇനി നോക്കേണ്ടത് ഹഫ്മാൻ കോഡിംഗ് പ്രൊസീജിയർ തുടങ്ങുന്നത് ആദ്യം സിമ്പിൾ എന്താണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സിമ്പിളിന്റെ പ്രോബബിലിറ്റി. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത് ആ കറസ്പോണ്ടിങ് സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രേ ലെവൽ വാല്യൂസ് ആണ്. ഇവിടെ ഗ്രേ ലെവൽ വാല്യൂസ് 0, 1, 2, 3 അങ്ങനെ 4 ഗ്രേ ലെവൽ വാല്യൂസ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഗ്രേ ലെവൽ വാല്യൂസിനെ അതിന്റെ പ്രോബബിലിറ്റിന്റെ ഡിക്രീസിങ് ഓർഡറിൽ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക. അതായത് ഇവിടുത്തെ ഹയർ പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് 7/16 ആണ്. Then അടുത്തത് 6/16, then 2/16, ഫൈനലി 1/16. പ്രോബബിലിറ്റീസിനെ അതിന്റെ ഡിക്രീസിങ് ഓർഡറിൽ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക. 7/16 എന്ന് പറയുന്നത് ഗ്രേ ലെവൽ 3ന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആണ്. 6/16 എന്ന് പറയുന്നത് ഗ്രേ ലെവൽ 2ൻ്റെത്, 2/16 ഗ്രേ ലെവൽ 1ൻ്റെത്, 1/16 എന്ന് പറയുന്ന ഗ്രേ ലെവൽ 0ൻ്റെയും പ്രോബബിലിറ്റീസ് ആണ്. അപ്പൊ ആ തന്നിരിക്കുന്ന ഗ്രേ ലെവൽസിന്റെ പ്രോബബിലിറ്റി ആദ്യം ഡിറ്റർമിൻ ചെയ്യുക. ആ പ്രോബബിലിറ്റീസിന്റെ ഡിക്രീസിങ് ഓർഡറിൽ ആ ഗ്രേ ലെവൽസിനെ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക. ആദ്യം ആ പ്രോബബിലിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ പ്രോബബിലിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ട് വേണം കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസിന്റെ ഗ്രേ ലെവൽസ് ഏതാണെന്ന് ലെഫ്റ്റ് സൈഡിൽ എഴുതാനായിട്ട്. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ലാസ്റ്റിലത്തെ 2 പ്രോബബിലിറ്റീസ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നു, അതിനെ ആഡ് ചെയ്യുന്നു. അതായത് 2/16 പ്ലസ് 1/16. 2/16 പ്ലസ് 1/16 എന്ന് പറയുന്നത് 3/16 എന്ന് വരും. അപ്പൊ എന്നിട്ട് വീണ്ടും ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. പ്രൊസീജിയർ മീൻസ് വീണ്ടും പ്രോബബിലിറ്റീസിനെ അതിന്റെ ഡിക്രീസിങ് ഓർഡറിൽ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക. ഈ 2/16 പ്ലസ് 1/16 എന്ന് പറയുന്നത് 3/16 ആണ്. അത് 6/16 ചെറിയ വാല്യൂ ആണ്. അതുകൊണ്ട് അടുത്ത ഇറ്ററേഷൻ പ്രോസസ്സിലും ഈ 7/16 തന്നെയാണ് ഹയർ വാല്യൂ. അത് അടുത്ത് വീണ്ടും വരും. 6/16 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹയർ വാല്യൂ, അത് അടുത്തത് വരും. ഈ 2/16 പ്ലസ് 1/16 എന്ന് പറയുന്നത് 3/16 ആണ്. അത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനിയും എന്ത് ചെയ്യുക? അവസാനത്തെ 2 പ്രോബബിലിറ്റീസ് വീണ്ടും ആഡ് ചെയ്യുക. 6/16 പ്ലസ് 3/16 അത് 9/16 എന്ന് വരും. അത് 7/16 ഹയർ വാല്യൂ ആയതുകൊണ്ട് ആ 9/16 എന്ന് പറയുന്ന വാല്യൂ ആദ്യം വരും. അടുത്ത എന്ത് ചെയ്യുക? ഈ 7/16 നെക്സ്റ്റ് ആയിട്ട് എഴുതുക.
വീണ്ടും ഈ രണ്ട് പ്രോബബിലിറ്റീസിനെ വീണ്ടും കമ്പൈൻ ചെയ്യാൻ പോകരുത്. കാരണം ഈ ഒരു ഹോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് അവസാനം രണ്ട് പ്രോബബിലിറ്റീസ് മാത്രം വരുന്ന അല്ലെങ്കിൽ ആ കണ്ടീഷനിൽ വെച്ച് ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ രണ്ട് പ്രോബബിലിറ്റി വരെ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന പ്രോബബിലിറ്റിന് 0 എന്ന് പറയുന്ന കോഡ് കൊടുക്കുക. നെക്സ്റ്റ് പ്രോബബിലിറ്റിക്ക് 1 എന്ന് പറയുന്ന കോഡും കൊടുക്കുക. ആദ്യത്തേന് 0യും രണ്ടാമത്തേന് 1ഉം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 7/16 തന്നെയാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന് കിട്ടിയിരിക്കുന്ന കോഡ് 1 ആണ്. അപ്പൊ ഈ 7/16 കോഡ് 1 എന്ന് തന്നെ വരും. ദെൻ ഈ 9/16 കിട്ടിയിരിക്കുന്നത് ഈ രണ്ട് പ്രോബബിലിറ്റീസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ 9/16 കിട്ടിയിരിക്കുന്നത്. 9/16 കൊടുത്തേക്കുന്ന കോഡ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ബേസിക് കോഡ് എന്ന് പറയുന്നത് ആദ്യം 0 എഴുതുക. അതിനുശേഷം അതിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു 0 കൊടുക്കുക, ഇവിടെ ഒരു 1ഉം കൊടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് ഈ 7/16 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിരിക്കുന്നത്. ആ 7/16 കോഡ് 1, ഈ 6/16 കോഡ് 00. ഇവിടെ നോക്കുമ്പോൾ ഈ 3/16 എന്ന് പറയുന്നത് ഈ രണ്ട് പ്രോബബിലിറ്റീസും കൂടെ ആഡ് ചെയ്ത് കിട്ടിയിരിക്കുന്നതാണ്. അപ്പൊ 2/16ഉം 1/16ഉം കൂടെ ആഡ് ചെയ്താണ് 3/16 ഫോം ചെയ്തേക്കുന്നത്. 3/16 കിട്ടിയിരിക്കുന്ന കോഡ് 01 ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ബേസിക് കോഡ് 01 എന്ന് ആദ്യം കൊടുക്കുക. അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു 0 കൂടെ കൊടുക്കുക, ഇതിന്റെ റൈറ്റ് സൈഡിൽ 1ഉം കൊടുക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാ പ്രോബബിലിറ്റീസിനും കോഡ് വേർഡ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. കറസ്പോണ്ടിങ് കോഡ് വേർഡ്സ് എന്ന് പറയുന്നത് ആദ്യം 3 ഗ്രേ ലെവൽ, then 2, പിന്നെ 1, പിന്നെ 0. 3 പ്രോബബിലിറ്റി 7/16, 2 പ്രോബബിലിറ്റി 6/16, 1 പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/16, 0 പ്രോബബിലിറ്റി 1/16. ആ 7/16 കിട്ടിയിരിക്കുന്ന കോഡ് വേർഡ് എന്ന് പറയുന്നത് 1 ആണ്. 6/16 കിട്ടിയിരിക്കുന്ന കോഡ് വേർഡ് 00, 2/16 കിട്ടിയിരിക്കുന്ന കോഡ് വേർഡ് 010, 1/16 കിട്ടിയിരിക്കുന്ന കോഡ് വേർഡ് 011. ഇത് ഗ്രേ ലെവല്, ഇത് പ്രോബബിലിറ്റി PK എന്ന് എഴുതാം. ഇത് കോഡ് വേർഡ്. ഏറ്റവും ലാസ്റ്റ് കോഡ് വേർഡിന്റെ ലെങ്ത്, അതാണ് LK ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ബിറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ കോഡ് വേർഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1. ഇവിടെ 2 ബിറ്റ് ഉണ്ട് 00 എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് അതിന്റെ ലെങ്ത് 2. ഇവിടെ 3 ബിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ലെങ്ത് 3. പിന്നെ ഫൈനലി ഇവിടെയും 3 ബിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലെങ്ത് 3 ആയിട്ട് എടുക്കും. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക, പ്രോബബിലിറ്റീസിനെ അതിന്റെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ലാസ്റ്റിലത്തെ രണ്ട് പ്രോബബിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്ത് വീണ്ടും അതിന്റെ പ്രോബബിലിറ്റീസിന്റെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് അവസാനം രണ്ട് പ്രോബബിലിറ്റീസ് മാത്രം ലെഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പ്രൊസീജിയർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്നതിന് ആദ്യത്തേന് 0 എന്ന കോഡ് വേർഡും അടുത്തതിന് 1 എന്ന കോഡ് വേർഡും കൊടുക്കുക. അതിനെ തിരിച്ച് വർക്ക് ചെയ്ത് വന്ന് എല്ലാ പ്രോബബിലിറ്റീസിനും കോഡ് വേർഡ്സ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുക. ഇവിടെ ഓർമ്മിക്കേണ്ടുന്നത് അവസാനത്തെ രണ്ട് പ്രോബബിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇവിടെ 3/16 ആയിരുന്നു. സപ്പോസ് ഇവിടെ ഒരു 3/16 എന്ന് പറയുന്ന പ്രോബബിലിറ്റിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എഴുതുക. പ്രോബബിലിറ്റീസിന്റെ ഡിക്രീസിങ് ഓർഡർ എഴുതുമ്പോൾ ആഡ് ചെയ്ത് കിട്ടുന്ന പ്രോബബിലിറ്റി വാല്യൂ ആദ്യം എഴുതുക. പിന്നെ ആ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇവിടുത്തെ വാല്യൂ സെയിം ആണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. ആഡ് ചെയ്ത് കിട്ടിയ വാല്യൂവിനെ ആദ്യം എഴുതുക. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള പ്രോബബിലിറ്റിനെ അതിന്റെ താഴെയായിട്ട് അറേഞ്ച് ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. തിരിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കോഡ് വേർഡ്സ് കിട്ടുന്നത് മാറി വരുമെന്നുള്ളതേ ഉള്ളൂ. കോഡ് വേർഡ് മാറിയാലും അതിന്റെ ആവറേജ് ലെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും മാറത്തില്ല, അത് വാല്യൂ സെയിം ആയിട്ട് തന്നെ വരും. കോഡിംഗ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ കറസ്പോണ്ടിങ് ഗ്രേ ലെവൽസിന്റെ കോഡ് വേർഡും ലെങ്ത് ഓഫ് കോഡ് വേർഡ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടുന്നത് ആവറേജ് ലെങ്ത് ഓഫ് കോഡ് വേർഡ് L ആവറേജ് ആണ് കാണേണ്ടുന്നത്. L ആവറേജ് കാണാനുള്ള ഇക്വേഷൻ L average equal to summation K equal to 1 to Q PK into LK. അതായത് ആ കറസ്പോണ്ടിങ് ഗ്രേ ലെവൽസിന്റെ പ്രോബബിലിറ്റി വാല്യൂവിനെ എന്ത് ചെയ്യുക, കോഡ് വേർഡിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കുക. അതായത് L average ഈക്വൽ ടു ഫസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 7/16 ആണ്. 7/16 into length of code word 1 plus 6/16 into
ലെങ്ത് ഓഫ് കോഡ് വേർഡ് എന്ന് പറയുന്നത് 2 പ്ലസ് then 2/16 into 3 plus 1/16 into 3. ഇതാണ് എല്ലാ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എല്ലാ ആവറേജിന്റെ വാല്യൂ വരുന്നത് which is equal to 1.75. 1.75 എന്ന് കിട്ടും ആവറേജ് ലെങ്ത് ഓഫ് കോഡ് വേർഡ്. നെക്സ്റ്റ് ഡിറ്റർമിൻ ചെയ്യേണ്ടുന്നത് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ആ ഇമേജിനകത്തുള്ള ആവറേജ് ഇൻഫർമേഷൻ പെർ സോഴ്സ് സിമ്പൽ അല്ലെങ്കിൽ ആവറേജ് ഇൻഫർമേഷൻ പെർ ഗ്രേ ലെവൽ, അതിനെയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. എൻട്രോപ്പി h of x equal to summation k equal to 1 to q pk into log 1/pk. ലോഗിന്റെ ബേസ് എന്ന് പറയുന്നത് 2. പ്രോബബിലിറ്റീസിന് ലോഗിന്റെ 1/pk വാല്യൂ കൊണ്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് h of x equal to ഫസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 7/16 ആണ്. 7/16 into log base 2. 7/16 reciprocal, that is 16/7 plus 6/16 into log base 2. 6/16 reciprocal 16/6 plus next വരുന്നത് next probability 2/16. 2/16 into log base 2 16/2 plus 1/16 into log base 2 16 divided by 1. ഈ രീതിയിലാണ് എൻട്രോപ്പി വരുന്നത്. എൻട്രോപ്പിയുടെ വാല്യൂ കിട്ടുന്നത് 0.5049 എന്നാണ് വാല്യൂ വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ ലോഗരിതത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ബേസ് 10ലേക്ക് ആ വാല്യൂ കിട്ടാനായിട്ട് ഈ കിട്ടിയ വാല്യൂവിനെ നമ്മൾ log 2 കൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ 0.5049 divided by 0.3010 and that is equal to എൻട്രോപ്പിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1.678 bits per second. ഇതാണ് എൻട്രോപ്പിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. എല്ലാ ആവറേജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റ്സ് ആണ്. ആവറേജ് ലെങ്ത് ഓഫ് കോഡ്. എൻട്രോപ്പിയുടെ യൂണിറ്റ് ബിറ്റ്സ് പെർ സിമ്പിൾ. ഇനി ഫൈനലി എഫിഷ്യൻസി. ഹഫ്മാൻ കോഡിങ്ങിന്റെ എഫിഷ്യൻസി. എഫിഷ്യൻസി ഈറ്റ. ഈറ്റ ഈക്വൽ ടു എൻട്രോപ്പി h of x divided by average length of code word into log r. ഇവിടെ എൻട്രോപ്പിയുടെ വാല്യൂ നമുക്ക് വന്നത് 1.678 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ എല്ലിന്റെ വാല്യൂ വന്നിരിക്കുന്നത് എൽ മീൻസ് എൽ ആവറേജ് തന്നെയാണ് 1.75. 1.75 into log 2. r കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈനറി കോഡാണ് നമ്മളിവിടെ ചെയ്തത്. ബൈനറി കോഡ് മീൻസ് കോഡ് വേർഡ്സ് 0യും 1ഉം മാത്രമേ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് r-ന്റെ വാല്യൂ 2 ആയിട്ട് വരും. That is efficiency eta equal to 1.678 divided by 1.75. log 2 base 2 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആയിട്ട് മാറും. ഇതിന്റെ വാല്യൂ വരുന്നത് 0.9589 എന്നാണ് വാല്യൂ വരുന്നത്. അതിനെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇൻറ്റു 100 ചെയ്യുക. ദാറ്റ് ഈസ് 95.89% ആണ് നമ്മൾ ഇവിടുത്തെ കോഡിംഗ് പ്രൊസീജിയർ വഴി കിട്ടുന്ന എഫിഷ്യൻസി എന്ന് പറയും. അതുപോലെ തന്നെ റിഡൻഡൻസിയും കാൽക്കുലേറ്റ് ചെയ്യാം. റിഡൻഡൻസി E equal to 1 minus eta. 1 minus efficiency, that is equal to 1 minus eta യുടെ വാല്യൂ വന്നത് 0.9589 ആണ്. That is equal to 0.0411 എന്ന് കിട്ടും റിഡൻഡൻസിയുടെ വാല്യൂ. അത് പെർസെന്റേജിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് അതിനെ ഇന്ന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 4.11% എന്ന് പറയും. ഹഫ്മാൻ കോഡിംഗ് വഴി ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ കിട്ടുന്ന വാല്യൂ എഫിഷ്യൻസി 95.89% എഫിഷ്യൻസി കിട്ടും. ഈ കറസ്പോണ്ടിങ് കോഡിംഗ് പ്രൊസീജിയറിൽ വരുന്ന അല്ലെങ്കിൽ ഇമേജിനകത്തുള്ള ഡേറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്
4.11% ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ഹോൾ ഹഫ്മാൻ കോഡിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത വീഡിയോ സെഷനിൽ അടുത്ത ലോസ്ലെസ് കംപ്രഷൻ ടെക്നിക്ക് അരിത്തമെറ്റിക് കോഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.